സരയൂല് മോക്ഷം തേടി കുളിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കുറേ ദൂരെയായിട്ട് ഞാൻ മറ്റൊരു കാഴ്ചയിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് റെയിൽവേ ബ്രിഡ്ജുണ്ട്. ഈ റെയിൽവേ ബ്രിഡ്ജിൻ്റെ താഴെ ശവശരീരങ്ങൾ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത് സരയൂ നദിയുടെ വിഹക വീക്ഷണം. ശവശരീരങ്ങൾ ദഹിപ്പിക്കുകയാണ്. പാതി കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ വളർത്ത് തള്ളും. ആ നായ്ക്കളത് തിന്നു തീർക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ആര് നിയന്ത്രിക്കാൻ, ആര് ചോദിക്കാൻ? ശവശരീരത്തോട് പോകുമ്പോൾ ബഹുമാനമില്ല. ജീവിതം ക്ഷണികമാണ്, നശ്വരമാണ്, ഇത് കാണിക്കാനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊന്നും ഒരു ആധുനിക സമൂഹത്തിൽ ചേരുന്നതല്ല. അയോധ്യയിൽ ശ്രീരാമജന്മഭൂമി പ്രക്ഷോഭകാലത്ത് ഒരുപാട് സന്യാസിമാരെ മുലായം സിംഗ് യാദവിൻ്റെ പോലീസ് വെടിവെച്ച് കൊന്നിട്ട് ഇതേപോലെ നശിപ്പിച്ച് കളഞ്ഞു ശവശരീരങ്ങൾ. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ വാസ്തവമാവുമെന്ന്, സത്യമാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇന്ന് എനിക്കതറിയാം, സത്യമാവുന്നു.